अब्दम चाबी ना यार की पेचस साला अब्दम मेरे सेल्बो आमाके ना बोले अब्दम नोड बिना बुझले अब्दम ना साला ठीक है खेना खेना बाबू खेना बाबू अपना बंधु एस्टेट बाबू গতকাল কোথায় গিয়েছিলিস? ও বাসন্ত স্ট্রিটে দৌড়ি মারা গেছে, আমি ওখানে গিয়েছিলাম। ও তুই ওখানে গিয়ে ওকে বাঁচিয়ে তুললি? এগুলো নিয়ে গিয়ে বলাইয়ের দোকানে দিয়ে যত সব। বাবু লোকটা কুকুর থেকে নিচে বসে আছে। কে? আমি জানি না কে। നന്ദൻ, എന്നെ നന്ദന് മനസ്സിലായില്ലേ? ഞാൻ റഹ്മാൻ. തമ്മിൽ കണ്ടിട്ട് കുറെ നാളായല്ലോ. എന്നാലും മറക്കാൻ മാത്രം ഈ സിറ്റിയിൽ ഇനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. തിരിച്ചു പോയാലോ എന്ന് വരെ ആലോചിച്ചതാ. ഭാഗ്യത്തിന് നന്ദനെ അറിയാവുന്ന നമ്മുടെ ഒരു നാട്ടുകാരനെ കണ്ടുമുട്ടി. നന്ദൻ, ഇത്രയും കാലത്തിന് ശേഷം കണ്ടുമുട്ടിയിട്ട് ഞാൻ വന്നത് നന്ദന് ഇഷ്ടമായില്ലെന്നുണ്ടോ? ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ പോയേക്കാം. പക്ഷെ ഒരു വാക്ക് വേണ്ട മിസ്റ്റർ റഹ്മാൻ, നിങ്ങളെ എനിക്ക് കാണണ്ട. എന്നാൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നതല്ലേ, ഒരു ചായ കുടിക്കും, എന്നിട്ട് ഉടനെ സ്ഥലം വിടും. അത്രയെങ്കിലും പറയാലോ. അല്ല, ഒരു ചായ പോലും വാങ്ങിച്ചു തരാനുള്ള സൗഹൃദം നമ്മൾ തമ്മിൽ ഇല്ലെന്നാണെങ്കിൽ മേൽപ്പറഞ്ഞ സംഭാഷണത്തിൽ നിന്ന് ചായയുടെ ഭാഗം കട്ട് ചെയ്തോളൂ, ബാക്കി പറയാലോ. ഇത് കൊള്ളാലോ. ഇതെന്തിനുള്ളതാണ് നന്ദൻ? അവിചാരിതമായ മേൽവിലാസം കിട്ടി. ആളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഒന്ന് കാണാൻ ഉള്ളു പിടച്ചു. ആ നിമിഷം പുറപ്പെട്ടതാണ്. കെട്ടിപ്പിടിക്കുകയും പൊട്ടിക്കരയും വേണമെന്നല്ല, എന്നാലും ഒരു പരിചയഭാവം അത്രയെങ്കിലും ആഗ്രഹിക്കുന്ന തെറ്റാണ്. നന്ദൻ, ഞാൻ നിങ്ങളെ നാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ വന്നാണ്. എന്തായി കാണിക്കുന്നത്? വെറും തല്ല് പോരാ, ഞാൻ പോവില്ല. കൊല്ലണം. കൊന്നാ ഞാൻ മരിച്ചു പോകും. എന്നാലും പ്രശ്നം തീരാൻ പോകുന്നില്ല. ഞാൻ പ്രേതമായിട്ട് ഇതേ ടെറസിൽ പിന്നെയും വരും, ഉപദ്രവിക്കും. കൊന്നോളൂ, കൊന്നോളൂ. എന്നെ ഉപദ്രവിക്കാനുള്ള അവകാശം തനിക്ക് ആരാണോ തന്നത്? തന്നില്ല, എടുത്തതാണ്. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് നന്ദ. ഒരുത്തനുമില്ല സ്വാതന്ത്ര്യം. ആരെയും ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ദൂരത്തേക്ക് ഞാൻ പോകുന്നത്. മേൽവിലാസം കിട്ടിയപ്പോ പുറപ്പെട്ടു അത്രേ. ഞാൻ അയച്ചു തന്നോ മേൽവിലാസം? ഇങ്ങോട്ട് വരാൻ തന്നെ ഞാൻ ക്ഷണിച്ചോ? പറയടോ, എന്റെ മനസ്സമാധാനം നശിപ്പിക്കണമല്ലേ? എന്ന് വെച്ചാൽ ഞാനിവിടെ വരുന്നത് വരെ നന്ദന് ഭയങ്കര മനസ്സമാധാനമായിരുന്നു എന്നാണോ? എങ്കിൽ പിന്നെ കേരളത്തിൽ മനസ്സമാധാനം കിട്ടാത്ത മുഴുവൻ ആളുകളും നേരെ കൽക്കട്ടയിലേക്ക് വന്നാൽ മതിയല്ലോ. അന്വേഷിച്ച് നടന്നാൽ കിട്ടുന്ന ഒന്നല്ല മനസ്സമാധാനം. അത് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഒരു ധ്യാനം പോലെ പഠിച്ചു, ഡിഗ്രികൾ എടുത്തു, കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായി. ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇനിയുള്ള കാലം ഈ നാറുന്ന തെരുവിൽ കഴിച്ചുകൂട്ടാമെന്നാണോ നന്ദൻ തീരുമാനിച്ചിരിക്കുന്നത്? എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് നന്ദ. എനിക്കതാണല്ലോ ഇഷ്ടം. എന്റെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് താനല്ല തീരുമാനിക്കുന്നത്, മനസ്സിലായോ?
എന്നെങ്കിലും ഒരിക്കൽ നന്ദന് മനസ്സിലാകും ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങളും ചെയ്തില്ല എന്ന്. അപ്പൊ കുറ്റബോധം തോന്നും. ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്ന മനസ്സമാധാനം വെറും പൊള്ളയായിരുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യും. ഇങ്ങനെ ഒളിച്ചോടാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? ഒക്കെ അറിയാമെന്ന് താനാണോ ഈ പറയുന്നത്? വെറുതെ എന്നെ ഇവരൊന്ന് ഓർമ്മിപ്പിക്കരുത്. എനിക്ക് വയ്യ. തനിക്ക് ഇവിടെ നിന്ന് പോയിക്കൂടെ? ഞാൻ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിച്ചേക്കിടും. എന്ന് തനിക്കറിയില്ലേ? തന്നെ എനിക്ക് സ്നേഹമാണെന്നറിയില്ലേ? തന്റെ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിന്നവനല്ലേ ഞാൻ. ഇവിടം വരെ വന്ന് തന്നെ ഞാൻ വിളിക്കുമ്പോൾ അതിൽ വല്ല കാര്യവും കാണുമെന്ന് താൻ മനസ്സിലാക്കണം. വരണം നന്ദ, എന്റെ കൂടെ താൻ എന്തായാലും വരണം. പോയിട്ട് ഒരു വിവരമില്ലാതെ വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. സാറിനെ കണ്ടോ ഇല്ലയോ? എന്താ ഒന്ന് ഫോൺ ചെയ്യാതിരുന്നത്? അതൊന്നും പറ്റിയില്ല. നന്ദൻ വാ. നന്ദൻ സാർ വല്ലാതെ ക്ഷീണിച്ചല്ലോ. എവിടെ ക്ഷീണിച്ചു? ഇത് യാത്രാ ക്ഷീണ. എത്ര മണിക്കൂറാ തീവണ്ടിയിലിരുന്നത്? നന്ദനിരിക്കും. രഹന പണ്ടത്തേതിൽ ഒന്ന് തടിച്ചു. ഇല്ലേ നന്ദ? ഇവിടെ ബാപ്പ മരിച്ചു, സ്വത്ത് പാർട്ടീഷനായി. കിട്ടിയ പണം ബാങ്കിലിട്ടില്ല. ഇഷ്ടം പോലെ ഇറച്ചിയും മീനും വാങ്ങി തന്നു തീർത്തു. ആ തടിയാ പാർട്ടീഷൻ തടി. അരമണിക്കൂറിനകം സംഭവബഹുലമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഡൈനിങ് ടേബിളിൽ നിരന്നിരിക്കണം. വയറ്റിൽ തീ ആളിപ്പട്ടരാണ് ചെറിയല്ലേ? നന്ദൻ പോയി കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഈ വീട് വാങ്ങിച്ചു. മുകളിൽ ആർക്കെങ്കിലും വാടക കൊടുക്കാമെന്ന് രഹന പറഞ്ഞെങ്കിലും നന്ദൻ താമസിച്ചെടുത്ത് വേറൊരാളെ സങ്കല്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മിടുക്കനായ ഒരു അധ്യാപകനെയാണ് കോളേജിന് നഷ്ടപ്പെട്ടത്. റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ചിലപ്പോൾ മാനേജ്മെന്റ് തയ്യാറായേക്കും. വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ വീട്ടിലിപ്പോ പിഷാരടി സാറാ താമസിക്കുന്നത്. അറിയില്ലേ കവി NK പിഷാരടി? വേണ്ട റഹ്മാൻ, എനിക്ക് വയ്യ. ഞാൻ ഇവിടുന്ന് പോയിക്കോട്ടെ. എന്തുണ്ടായി നന്ദൻ? അറിയില്ലേ, ഇനി ഒരിക്കലും വരരുതെന്ന് ആഗ്രഹിച്ച സ്ഥലത്ത് വീണ്ടും എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന്? നന്ദൻ, രാത്രി ഏതായാലും ഇത്രയും വൈകിയില്ലേ? തൽക്കാലം സമാധാനമായിട്ട് ഉറങ്ങും. എല്ലാം കാലത്ത് പറയാം. ഗുഡ് നൈറ്റ്. അതെ, ഗുഡ് നെയിം സർ? നന്ദൻ, നന്ദകുമാർ വർമ്മ. അയ്യോ അയ്യോ, കുരിശ് വരുന്നുണ്ട്. ഞാനേ പകത്തെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചായയുടെ ദോശ ഉണ്ടാക്കാൻ പറഞ്ഞു. ശല്യങ്ങൾ
താങ്ക് യു. എവിടെയാ ചട്ടയും കൊണ്ടു? ആ, ചട്ടയും കൊണ്ടും കടയിൽ പോയി. ഇല്ലല്ലോ, അതിന് നിഴല് പുറകോട്ട് പോകുന്ന ഞങ്ങൾ കണ്ടു. മറിയാമ്മ ചേർത്തി, ഇന്ന് ഞങ്ങൾക്കും വേണം ബ്രേക്ക്ഫാസ്റ്റ്. പഴങ്കഞ്ഞി വേണ്ട, പുട്ടും കടലയും മതി. അവളുടെ ഒരു പുട്ടും കടലയും. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെയുള്ള നിങ്ങൾ 4 എണ്ണത്തിന് വെച്ച് വിളമ്പിയേ ഞാൻ ഈ കോലത്തിലായി. ഇനി വരുന്നതിനൂടെ വെച്ച് വിളമ്പാനേ എന്നെ കിട്ടത്തില്ല. അതിനെ വേറെ ആളെ നോക്കണം. അവളുടെ ഒരു പുട്ടും കടലയും. ഇന്ന് പതിപോലെ തന്നെയാ. വേഗം റെഡിയാവ്. ഞങ്ങളുടെ സമയം ആവുന്നില്ലേ ഉള്ളൂ. 9:25. ഇപ്പൊ ബെല്ലടിക്കും. വേഗം വാ. കഞ്ഞി പഴങ്കഞ്ഞി മതിയോ അതോ ഇനിയും വേണോ? ഇപ്പോഴത്തേക്ക് ഇത്രയും മതി. ചേർത്തി, പുട്ടും കടലയും റെഡിയായില്ലേ? ഓ ഉണ്ട്. ഇന്ന് അതുകൂടെ എടുത്തേക്ക്. എന്റെ കർത്താവേ, ഈ തിന്നുന്നതൊക്കെ എവിടെ പോണോന്തോ. മറിയാമ്മ ചേർത്തിയുടെ പഴങ്കഞ്ഞി ചെത്തി. ചെത്തറിന് ലാൻഡ് ചെയ്തിട്ടുണ്ട് കെമിസ്ട്രി സാറ്. സാറോ? നമ്മുടെ ജോസഫ് സാറിനെ പോലെ കിളവൻ കഷണ്ടി ഒന്നും അല്ല. റഹ്മാൻ സാറിനെ പോലെ ഈടിയമീനും അല്ല. 6 അടി 2 ഇഞ്ചിലൊരു യുവ കോമള. 2 ഇഞ്ച് നീ കൂട്ടി പറഞ്ഞോ. കിടക്കെട്ടെന്ന് എന്റെ വകയായിട്ട്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? മെസ്സേജ് കൊണ്ട് ആളെത്തി. എവിടെ അവള്? അപശ്രുതി ചത്തോ? ചത്തോ നിന്റെ പറത്ത വല്യപ്പനാടി. ഓ, ജീവനുണ്ട്. മതിയുടെ കുളിച്ചത് ഇറങ്ങി വാ. ഇങ്ങനെ ഇറങ്ങി വന്നാ ബോറാവും. വാഷിംഗ് പൗഡർ നിർമ്മ, വാഷിംഗ് പൗഡർ നിർമ്മ. വാഷിംഗ് പൗഡർ തേച്ചാണ് കുളിക്കുന്നത്. ഓ, ഇവിടെ വെളുക്കാൻ വേണ്ടി നീലം മുക്കുക. നമ്മുടെ കോളേജ് ആവുന്ന മരുഭൂമിയിലേക്ക് ആദ്യത്തെ മഴത്തുള്ളിയായി ഒരു പുതിയ സാർ വന്നെത്തിയിരിക്കുന്നു. ഞാൻ കേട്ടു. അതാണ് കുളി വിസ്തരിച്ചാക്കിയത്. ഗ്ലാമർ ഒട്ടും കുറയരുതല്ലോ. അതുള്ളവര് നോക്കിയാ പോരെ? അതെ, അതുള്ളവരുടെ കാര്യം പറഞ്ഞേ. പറ, നമ്മൾ എങ്ങനെ തുടങ്ങണം? സാറിന് എന്തായാലും ഒരു ഗംഭീര സ്വീകരണം കൊടുക്കണം. കൊടുക്കാം. എങ്കിൽ റെഡി, സ്റ്റാർട്ട്. The knowledge about your own potentialities is essential when you approach any subject. The moment a student feels confident about his potentialities and goes about the learning business with determination and grit, there is no stopping him, and there is hardly anything that he cannot accomplish. For this you need inspiration. I'll try my level best to give you that inspiration. എക്സ്ക്യൂസ് മീ സർ. Yes? Shall we? ഈ ക്ലാസ്സിലാണോ? അതെ സർ, ഇന്നലെ വരെ ഞങ്ങൾ ഈ ക്ലാസ്സിലായിരുന്നു. എന്താ ലേറ്റ് ആയത്? പൗഡർ തീർന്നു പോയി സർ. സൈലൻസ്. എന്താ പറഞ്ഞേ? ഈ മോട്ടറിന്റെ പൗഡർ ഇല്ലേ, ആ തീർന്നു പോയി സർ. പിന്നെ അത് ഷോപ്പിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നു. നോക്കിയപ്പോ ടിന്നിന് ഹോളില്ല. അല്ലേ? പിന്നെ റാണി തപ്പിയെടുത്തോ ഹോൾസ് ഉണ്ടാക്കി ഞങ്ങളെല്ലാരും പൗഡർ ഇട്ടൊന്നപ്പോ നേരെ ഒന്ന് വൈകി. പുതിയ സാറിന്റെ ആദ്യത്തെ ക്ലാസ് വരുമ്പോ ഞങ്ങൾ ഇച്ചിരി സുന്ദരികളാവണ്ടേ? നിലവാരമുള്ള തമാശകൾ കേട്ടാലേ ചിരിക്കാവൂ. പഠിത്തത്തിലൂടെയും നല്ല പെരുമാറ്റത്തിലൂടെയും വേണം ശ്രദ്ധ പിടിച്ചു പറ്റാൻ. കയറിയെന്നോളൂ. താങ്ക് യു സർ. Okay, let's continue. 1 second സർ. Yes? എന്റെ തമാശയ്ക്ക് നിലവാരമില്ലെന്ന് സാറ് പറഞ്ഞല്ലോ. നിലവാരമുള്ള 1-2 തമാശ സാറ് പറഞ്ഞാ ഞങ്ങള് ചിരിക്കാം. തമാശയല്ല എന്റെ സബ്ജക്ട്, കെമിസ്ട്രിയാണ്. എങ്കിൽ പിന്നെ എന്റെ തമാശയുടെ നിലവാരം സാർ എങ്ങനെ അളക്കും? എന്താ ഇയാളുടെ പേര്? ശ്രുതി. ശ്രുതി? ഞങ്ങളൊക്കെ അപശ്രുതി എന്നാ വിളിക്കാം. ഓഹോ. ഇവളുടെ പേര് അറിയോ സാറിന്? കാർബൺ കോപ്പി. കാർബൺ കോപ്പി വെച്ച് ലവ് ലെറ്റർ എഴുതലുണ്ട് പണി. ഒരു ലെറ്റർ പേര് മാറ്റി 4 മണ്ടൻ ബോയ്ഫ്രണ്ട്സ് അയച്ചവളാ. 4 പേർക്കല്ല, 6 പേർക്ക്. Stop it. I won't tolerate any atrocities in my classroom. If anybody trying to play over smart, I'll clear them out. Mind it. But sir, No. My predecessor has gone up to isomerism. But still, I'll start with isomerism. What is isomerism? എന്നാ പിന്നെ സ്വീകരണം കൊടുക്കാല്ലേ? Simply a molecular formula is not the last word about an organic compound. The same set of atoms can be arranged in a number of ways to make more than one organic compound. For example, C4H10 is the molecular formula for butane.
ചോദിച്ചേ? മിസ്റ്റർ നന്ദൻ, what the hell is going on here? I don't know. I think you know better than me about these girls. പുതിയ സാറിന് സ്വീകരണം കൊടുത്തതാ ആചാരവെടി. തോക്കില്ലാത്തോണ്ട് പടക്കം. ആഹാ, അത്രക്കായ ആരായത് ചെയ്തത്? എനിക്കത് ഇപ്പൊ അറിയണം. ഒരു പുതിയ സാറ് വന്നാൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഈ കോളേജിൽ ഒരു സൽപ്പേരുണ്ട്, ഒരു അന്തസ്സുണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ ശ്രമിക്കുക. ആരായത് ചെയ്തതെന്നാ ചോദിച്ചത്? 10,000 കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ കോളേജില്. എന്നിട്ട് ആ ക്ലാസ്സിൽ നിന്ന് മാത്രമാണല്ലോ കംപ്ലൈന്റ്. അറിഞ്ഞോണ്ടായിരുന്നല്ലേ ഞങ്ങൾ എന്ത് പണിഷ്മെന്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ കോളേജിലേക്ക് ഇറങ്ങാൻ നേരത്താ ഡാഡിയുടെ ഈ കത്തും പാഴ്സലും വന്നത്. ദീപാവലി അല്ലേ, പൂക്കും കൂട്ടാറും കത്തിക്കാൻ ഇത്ര പടക്കം അയക്കുന്നു എന്ന് കത്തിൽ എഴുതിയിരുന്നു. ഇവിടെ ഞാൻ കിട്ടാത്തൊരു സാധനമാണോ പടക്കം? പടക്കം വാങ്ങാൻ പണം അയച്ചാ പോരെ ഡാഡിക്ക്? ഒരു അബദ്ധം എനിക്ക് പറ്റി മാഡം. ഞാനത് ക്ലാസ്സിൽ വെച്ചും തുറന്നു നോക്കിപ്പോയി. പക്ഷെ ആ നേരത്തെ എവിടുന്നാ സ്പാർക്ക് ഒന്നും എനിക്കറിയില്ല. എന്റെ കഷ്ടകാലം. പടക്കം അങ്ങ് പൊട്ടി. ഡാഡിയാണ് സത്യം. ഇതാണ് സംഭവിച്ചത്. ഡാഡി എഴുതിയ കത്തിഞ്ഞെടുക്കൂ കാണട്ടെ. പടക്കത്തിനൊപ്പം അതും കത്തിപ്പോയി. ഈ ബ്ലണ്ടേഴ്സ് ഒന്നും ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ ഇത്ര സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയല്ലോ മാഡം. ഞാൻ ഒരു ചാൻസ് കൂടി തരുന്നു. ഇനി ചെറിയൊരു കംപ്ലൈന്റ് കിട്ടിയാൽ മതി. ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല, മനസ്സിലായോ? കഴിക്കാൻ എന്തെങ്കിലും വാതില് വേണ്ടെങ്കിൽ അതങ്ങ് മാറ്റാം. എന്തിനാ ദിവസം അതിങ്ങനെ ചവിട്ടി വിളിക്കുന്നേ? എന്നും ചവിട്ടിയാലല്ലേ എന്നും ചേർത്തിട്ട് തെറിയേക്കാൻ പറ്റൂ. അറിഞ്ഞോ വിശേഷം? അറിഞ്ഞില്ല. ഇന്നയുടെ ക്ലാസ്സിൽ പടക്കം പൊട്ടി. അതാണ് അരി കൈകിടുമ്പോ പറ്റോന്നൊരു ശബ്ദം ഞാൻ കേട്ടത്. എങ്ങനെ? ആചാരവെടി. ഞങ്ങളുടെ പുതിയ കെമിസ്ട്രി സാറിനൊരു വാം വെൽക്കം. നോക്കിക്കോ കുട്ടിയുടെ തോന്നിയാസം മുഴുവനും ഞാൻ അപ്പച്ചനെ എഴുതി അറിയിക്കുന്നുണ്ട്. കുഞ്ഞുമോട് അപ്പച്ചൻ ഏർപ്പാടാക്കിയ ആളാണെന്ന് വെച്ച് അങ്ങനെ കുഞ്ഞുമോളെ മാത്രമായിട്ട് നന്നാക്കലൊന്നും വേണ്ട. ഗുണദോഷിക്കുമ്പോ ഞങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തണം. കാരണം ഞങ്ങൾക്ക് നന്നാവണം. എന്നാ എല്ലാരും നിരന്നിരിക്കെ ഞാൻ കുറച്ചു നേരം ഗുണദോഷിക്കാം. ഗുണദോഷിക്കാൻ പറ്റിയ ചരക്ക് പോയി കഴിക്കാൻ വല്ലതും എടുക്കുക കളവി. ദേ, എന്നെ കേവിന് വിളിക്കരുത്. അത് മാത്രം എനിക്ക് പിടിക്കില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ചാലേ നിങ്ങളെപ്പോലെ 3-4 എണ്ണത്തിന് പെറണമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ കല്യാണം പോലും കഴിക്കാതെ കന്യായിട്ട് നിൽക്കുന്നത്. ശരി കന്യാമറിയാമേ, പോയി കാപ്പി എടുത്ത് വെക്ക്. മുകളിലത്തെ വീട്ടിൽ വേറെ ആള് വന്നോ? ഒരു പാൻറ് കയറി കയറി പോന്നു. എന്റെ അമ്മേ, നമ്മുടെ പടക്കം. ആരാ ഉഞ്ഞാത് പടക്കം തെറ്റോടെ? ഒരുപാട് പടക്കം പൊട്ടും ചേർത്തി ഇവിടെ. ഇത് തന്നെ ഞങ്ങളുടെ സ്വീറ്റ് സ്മാർട്ട് ഹാൻഡ്സം കെമിസ്ട്രി സർ. അങ്ങേരുടെ ജാതകത്തിലെ ഇപ്പൊ കണ്ടക ശനിയായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ തന്നെ വന്ന് ചാടുവോ? മാഷേ, ഉച്ചയ്ക്ക് ശേഷം സാറ് പോയി ഷോപ്പിംഗ് ഒക്കെ നടത്തിയല്ലേ? അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടായി കഴിക്കണ്ടേ? എന്ത് കഴിക്കാൻ? ഞാൻ സാറിനോട് പറഞ്ഞല്ലേ എന്ത് വേണേലും താഴെന്നാവാന്ന്. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ആർക്ക്? എന്റെ സാറേ, എനിക്കും രഹനക്കും വേണ്ടി എന്തായാലും അടുപ്പ് കത്തിക്കണം. ആ കൂട്ടത്തിൽ ഒക്കെ വാങ്ങിച്ചു അല്ലേ? നിങ്ങളൊരു മനുഷ്യപ്പറ്റില്ലാത്ത ആളാണെന്ന് തോന്നുന്നു. അതല്ല, ഭക്ഷണ കാര്യത്തിൽ എനിക്ക് എന്റേതായ ചില ശീലങ്ങളൊക്കെ ഉണ്ട്. അതെനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല, രഹനയ്ക്കുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിലെ ഓരോ വ്യക്തിക്കുണ്ട്. എന്ന് വെച്ച് എല്ലാവരും തന്നെത്താൻ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടോ? ചായ എനിക്ക് ചായ വേണ്ട. എന്താ, മുസ്ലിം ചായ കുടിക്കില്ലേ? അതല്ല, പുറത്തുനിന്ന് ചായ കഴിച്ചിട്ടാ വന്നത്. എന്നാൽ ഒരു ചായ കുടിക്കാം. ഒരു സഹവീടന്റെ അവകാശമാണത്. സാറിന്റെ ഭാര്യ ഇങ്ങോട്ട് വരുന്നില്ലേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല? ഇത്രയും പ്രായമായിട്ടും? എത്രയും പ്രായമായിട്ടും? അല്ല, സാറിന് എന്റെ പ്രായം സംശയമാണ്. മിസ്റ്റർ റഹ്മാൻ കല്യാണം കഴിച്ചിട്ട് എത്ര നാളായി? 5 വർഷം ആവുന്നു. കുട്ടികൾ ഇല്ല, വേണ്ടെന്ന് വെച്ചതാണ്. ഒരു 15 വർഷത്തേക്ക്. 15 വർഷത്തേക്ക്? അതിനെന്താ ഇത്ര ചിരിക്കാൻ? അല്ല, ദിനം പ്രതി വില കയറുന്ന ബേബി ഫുഡ്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന സ്കൂൾ ഫീസ്, പിന്നെ തുണി, മണി, ചപ്പ്, ചവറ്. ഇനിയുള്ള കാലത്ത് ഒരു കൊച്ചിന്റെ ബാപ്പയാവോ ഉമ്മയാവോ എന്നൊക്കെ പറയുന്നത് വെറും സ്വപ്ന. നടക്കൂല സാറേ. പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? കല്യാണത്തിന് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ലേ? എന്നാലേ സാറിനോട് ഞാൻ നേര് പറയാം. എനിക്കും രഹനയ്ക്കും ഒരു ദിവസം പോലും വേർതിരിഞ്ഞ് ജീവിക്കുന്നത് ഇഷ്ടമല്ല. പ്രഗ്നന്റ് ആയാൽ ലീവ് എടുക്കണം, പ്രസവരക്ഷ എന്നൊക്കെ പറഞ്ഞൊരു 3 മാസം വേറെ, അങ്ങനെ ഒരു 6 മാസം യാതൊരു ആക്ടിവിറ്റി ഇല്ലാതെ ജീവിക്കണേ. ഏത് സാറിന് മനസ്സിലായോ? നമുക്കൊക്കെ വേറെ എന്റർടൈൻമെന്റ്. അതുകൊണ്ടാണ് കൊച്ചുങ്ങൾ വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. പിന്നെ ഞങ്ങൾക്ക് കൊച്ചുങ്ങളില്ലെങ്കിലും കൂട്ടിന് സംഗീതമുണ്ട്. മനസ്സിലായില്ലല്ലേ? ഞാൻ നല്ലൊരു പാട്ടുകാരനാണ്. കോളേജിലെ ഏത് പരിപാടിക്കും ഞാൻ പാടും. വേണേ ഇപ്പൊ പാടാം. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ, ചന്ദനലേപ സുഗന്ധം
മൈവർണ്ണച്ചപ്പു തുറന്നു കൊടുത്തത് യൗവനമോറുതു ദേവതയോ ഇക്കാ? മൈവർണ്ണ എന്താ രഹനെ ചന്ദനലേപ സുഗന്ധം. ഒന്നിങ്ങോട്ട് വന്നേ. ഞാൻ സാറിനൊരു പാട്ട് പാടി കൊടുക്കാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ചന്ദനലേപ സുഗന്ധം. അല്ല ഏതായാലും വിളിക്കല്ലേ ചെല്ല്. അല്ല ഞാൻ പറഞ്ഞില്ലേ സാറിനോട്, അവൾക്ക് എന്നെ ഒരു നിമിഷം പിരിഞ്ഞിരുന്നൂടാ. ഞാൻ ബാക്കി ഒന്ന് പിന്നെ പാടാം.